ഇങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു അന്തിമ തീരുമാനമായിരിക്കുന്നു, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി. ഇത് നോക്കുമ്പം വി.ഡി. സതീശനെതിരെ ആരോപിച്ച ഏറ്റവും വലിയൊരു ആരോപണമായിരുന്നു ജിഹാദി അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളുന്ന ഒരാള്. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടിയല്ലേ ഈ ഒരു വിജയം എന്ന് പറയുന്നത്? അതായത് ക്ഷീണം മാറാനായിട്ട് നല്ല ഉപ്പിട്ട സോഡ ഉണ്ടല്ലോ, അത് കുടിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. UDF അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞു, 99+ കൂടി അധികാരത്തിൽ എത്തി. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകില്ല എന്ന് പറഞ്ഞു, വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയി. അതുകൊണ്ട് ഉപ്പിട്ട സോഡ നല്ല ക്ഷീണം മാറാൻ നല്ലൊരു കാര്യമാണ്. നമ്മളിത് നേരത്തെ പറഞ്ഞതാണ്, 9 ദിവസങ്ങൾക്ക് മുമ്പേ വളരെ കൃത്യമായി അസന്നിഗ്ധമായിട്ട് പറഞ്ഞതാണ്, വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ കോൺഗ്രസ് പിളരും, ഇതൊരു മുന്നറിയിപ്പാണ്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് നടന്നത് എന്താണെന്ന് കേരളം കണ്ടതാണ്. ജനങ്ങൾ തെരുവിലിറങ്ങി, ആളുകൾ വി.ഡി. സതീശന് വേണ്ടി മുറവിളി കൂട്ടി. വലിയ സംഭവങ്ങളായിരുന്നു. ഹൈക്കമാൻഡ് പോലും ഞെട്ടിത്തരിച്ചുപോയി. അവരുടെ തീരുമാനം ആദ്യം എന്തായിരുന്നു? KC-യിലേക്കോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല തുടങ്ങിയ ആളുകളിലേക്കായിരുന്നു. ഈ ജനവികാരം കൊണ്ട് ഹൈക്കമാൻഡ് ഞെട്ടി വിറച്ചിരിക്കുന്നു. ഏതെങ്കിലും ഇതിന് വിരുദ്ധമായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്ക് പോകുമെന്ന് വളരെ വിവേകപൂർവം ചിന്തിക്കാനായിട്ട് ഹൈക്കമാൻഡിന് സാധിച്ചു എന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആ പേരിലേക്ക് അവസാനം 11ാം ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത്. KC മുഖ്യമന്ത്രി ആകില്ല എന്ന് ദിവസങ്ങൾക്ക്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ജിഹാദിയാണ് വി.ഡി. സതീശൻ, വി.ഡി. സതീശന് യാതൊരു തരത്തിലുമുള്ള കഴിവുമില്ല, വി.ഡി. സതീശൻ മറ്റേതാണ്, വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം കത്തിപ്പടരും എന്നൊക്കെയുള്ള വിഡ്ഢിത്തങ്ങൾ നടത്തിയ ആളുകൾക്കുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി, അദ്ദേഹം ഇനി ഭരിക്കും. ഒരു ചുക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള ഒരു ഭരണമായിരിക്കും അദ്ദേഹം നടത്താൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. എല്ലാ ജനങ്ങളെയും കൂടെ നിർത്തിക്കൊണ്ട്, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്ന ഒരു തോന്നലൊന്നും ഉണ്ടാക്കാതെ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധേയനാകും. ഒരു സംശയമില്ല കാര്യത്തിൽ. കേരളത്തിന്റെ സെക്കുലർ ചിത്രത്തിന് കിട്ടിയൊരു എന്താ പറയാ ഒരു വിജയം കൂടിയാണിത്. കാരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേറെ സ്വന്തം മുന്നണിയിൽ നിന്ന് പോലും അവസാന ഘട്ടത്തിൽ വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സപ്പോർട്ട് കൂടി മാത്രം ജയിക്കുന്നവരാണ്. അവർ ജയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഘടനകളെതിരാകുമ്പോൾ ഏറ്റവും അവസാനം ഇന്നലെ നമ്മൾ കണ്ടത്, ഇന്നേ വരെ ഇതേപോലെ പരസ്യ പ്രസ്താവനകൾ നടത്താത്ത NSSന്റെ നേതാവ് G. സുകുമാരൻ നായർ വരെ ഇന്നലെ രാത്രി വന്നിങ്ങാണ്ട് പരസ്യമായിട്ട് പറഞ്ഞു വി.ഡി. സതീശന് താല്പര്യമല്ല, പ്രത്യേക ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളാണ്. ഇതേ സാധനം തന്നെ പറഞ്ഞാണ് SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം പിന്നെ ഓരോ മാസത്തിലും ഓരോ പ്രസ്താവനകൾ നടത്തും. പക്ഷെ ഇന്നലെ G. സുകുമാരൻ നായർ വരെ പറഞ്ഞപ്പം ഞാനടക്കം വിചാരിച്ച അവസാന ഘട്ടത്തിൽ ഈ സാധനം മാറും എന്നുള്ളതായിരുന്നു. പക്ഷെ മതേതര കേരളം നിൽക്കുന്നത് ഈ ഒരു ചിന്തയിൽ മാത്രമാണ്. നിങ്ങൾ എന്തോ പറഞ്ഞോട്ടെ, പക്ഷെ ഞങ്ങൾ ഈ പറയുന്നവർ സെലക്ട് ചെയ്യുന്നത് മതം നോക്കാണ്ട് ജാതി നോക്കാണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്നുള്ളത് കൂടിയല്ലത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് സെക്കുലർ കേരളത്തിന്റെ ഈ 102 കോൺഗ്രസിന് കിട്ടിയത്, 99+. ആ വോട്ട് എന്ന് പറയുന്നത് ഏത് വോട്ടാ? മുസ്ലിങ്ങളുടെ മാത്രം വോട്ടാണോ? അല്ല, അത് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു സാംസ്കാരികപരമായിട്ടുള്ള വോട്ടാണ്. എല്ലാവരുടെയും വോട്ടാണത് അടിസ്ഥാനപരമായിട്ട്. അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അത് മുസ്ലിങ്ങൾ മാത്രം UDFന് വോട്ട് ചെയ്തുകൊണ്ട് ജയിച്ചു എന്ന് പറയുന്ന ഒരു നെറേറ്റീവിലേക്ക് തിരിച്ചുവിടുന്നത് വളരെ അപകടകരമായിട്ടുള്ള, വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വാസ്തവം തന്നെയാണ്. പക്ഷെ അതിന്റെ അർത്ഥം അത് മറ്റൊരു രീതിയിൽ അവർ മാത്രമാണ് വോട്ട് ചെയ്തത് എന്നതല്ല. അതുകൊണ്ട് എല്ലാ ജനങ്ങളെയും കൂടെ നിർത്തിയെങ്കിൽ മാത്രമേ ഒരു ജനകീയത ഉണ്ടാകൂ എന്ന് വി.ഡി. സതീശനെ പോലെ വായനാശീലമുള്ള, ചിന്താശേഷിയുള്ള ഒരു നേതാവിനെ അറിയാം എന്നതിന്റെ ഒരു തിളക്കമാറുന്ന പിന്തുണയാണ് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസം മുഴുവൻ ലഭിച്ചത്. അദ്ദേഹം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ നേതാവായിരുന്നുവെങ്കിൽ ഈ പിന്തുണ അദ്ദേഹത്തിന് കിട്ടില്ല. സകല ജനങ്ങളും അദ്ദേഹത്തെ, നിങ്ങൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയതാണ്, നമ്മൾ നിരവധി സ്ഥലങ്ങളിൽ ആളുകളോട് സംസാരിച്ചതാണ്. എല്ലാവർക്കും ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരണം. എന്തുകൊണ്ടാണത്? കഴിഞ്ഞ 5 വർഷത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അത് അതിനൊരു മാറ്റുരച്ചിട്ടുണ്ട്. ആ ദുർഭരണം എടുത്തു കളയാൻ അദ്ദേഹത്തിന് കൃത്യമായിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്രെഡിബിൾ ഉള്ള, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലുള്ള ക്രെഡിബിൾ ഉള്ള, വിശ്വാസ്യതയുള്ള, സെൻസിബിൾ ആയിട്ടുള്ള, അല്പമെങ്കിലും വിവേകമുള്ള, മറ്റുള്ളവരിൽ കമ്പാരിറ്റീവ്ലി വിവേകമുള്ള ഒരു നേതാവാണ് വി.ഡി. സതീശൻ എന്ന ബോധ്യം
കേരളത്തിലെ സാമാന്യ ജനത്തിനുണ്ട് എന്നുള്ളതാണ്. അതിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ ഈ പറഞ്ഞ പോലെ KC വേണുഗോപാൽ വേണ്ടിയിട്ടില്ല, രമേശ് ചെന്നിത്തല വേണ്ടിയിട്ടില്ല, എന്തിനേറെ പിണറായി വിജയൻ കാറി കയറ്റി നടത്തിയ ഒരു നേതാവ് കൂടിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ അങ്ങനെ ഒരു നേതാവ് പറയുമ്പോൾ അത് ഏത് മതത്തിനെതിരെ ആയിക്കോട്ടെ, ഏത് കമ്മ്യൂണിറ്റിക്കെതിരെ ആയിക്കോട്ടെ, കൃത്യമായ നിലപാടെടുത്തത് കൊണ്ട് കൂടിയാണ് എനിക്ക് തോന്നുന്ന ഒരു വിജയം അത്രത്തോളം തിളക്കമാർന്നതാവുന്നത്. നിലപാടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല നിലപാടുകളുണ്ട്, നല്ല വിഷൻ, നല്ല കാഴ്ചപ്പാടുകളൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ നിരവധിയായിട്ടുള്ള ചാനലുകൾക്ക് ഈ പോഡ്കാസ്റ്റ് ഒക്കെ നൽകുമ്പോൾ അതിലൂടെയൊക്കെ ഒരു രാഷ്ട്രീയക്കാരന് ജനങ്ങളെ ആരാണ് അദ്ദേഹത്തിന്റെ വിഷൻ എന്താണെന്ന് ഉള്ളൊരു അവസരമാണ്. അതെ, അതിൽ അദ്ദേഹം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം, അത് മുഖ്യമന്ത്രി ഇപ്പൊ ആയി, അദ്ദേഹം വരും വർഷങ്ങളിൽ അത് നടപ്പിലാക്കണമെന്ന് അതിയായിട്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഡ്രഗ് ഒഴുകി വരുന്നത്? ഈ സപ്ലൈ എവിടെ നിന്നാണ്? ഇതിന്റെ ഇത് നമ്മൾ പിടിക്കുന്നു അകത്താക്കുന്നു എന്നുള്ളതല്ല, എവിടെയാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള സോഴ്സ് എവിടെയാണ്? ആ സോഴ്സിനെ ടാപ്പ് ചെയ്ത് അതിനെ ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ കേരളത്തിൽ ആരംഭിക്കണം. അത്തരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് VD സതീശൻ ഒരു പോഡ്കാസ്റ്റിൽ ഇതിൽ പറയുന്നുണ്ടായി. ഡ്രഗിനെതിരെ വലിയൊരു പോരാട്ടം നടത്തണം എന്ന്. അപ്പൊ ഇങ്ങനെയുള്ള, ഇത് മാത്രമല്ല, ഇതൊരു വലിയ കാര്യമാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതുപോലെ തന്നെ എങ്ങനെയാണ് കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരേണ്ടത്, എക്കണോമിയെ ഏത് രീതിയിൽ സമ്പുഷ്ടിപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള വിഷനുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിന് ആ വിഷനൊക്കെ നടപ്പിലാക്കാനായിട്ട് ഈ വരും വർഷങ്ങളിൽ സാധിക്കട്ടെ എന്നുള്ളതാണ്. അതിന്റെ പിന്തുണ ആ പാർട്ടിയിൽ നിന്ന് തന്നെ പാരയൊന്നും ഇല്ലാതെ മറ്റ് രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, KC ഒക്കെ ആയിക്കോട്ടെ നൽകട്ടെ എന്നുള്ളതാണ്. ഇനിയിപ്പോ പാര വരുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ടെൻഷൻ. കാരണം രമേശ് ചെന്നിത്തല ഇപ്പം തന്നെ അതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. താരതമ്യേന വലിയ സീനിയർ നേതാവാണ് രമേശ് ചെന്നിത്തലയും KC ഒക്കെ. അവരെയൊക്കെ അവഗണിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വരുന്നുണ്ട്. അപ്പൊ സുഗമമായിട്ടുള്ള ഒരു ഭരണം VD സതീശന് നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം. ആ മുന്നണി അതിൽ നിന്ന് തന്നെ ആളുകൾ പണി വെക്കുമോ, കാല് വരാൻ ശ്രമിക്കുകയോ എന്നൊക്കെയുള്ള ചിന്തകൾ ഇതിനോടകം രൂപപ്പെട്ടിരിക്കുകയാണ്. അതിനെയൊക്കെ മറികടക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് വൃത്തികെട്ട ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചില്ല. അങ്ങനെ ശ്രമിക്കാതെ തന്നെ ഇത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വലിയ മാതൃകയാണ്. ഗ്രൂപ്പ് ഇല്ലാതെയും ജയിക്കാം, ഗ്രൂപ്പ് ഇല്ലാതെയും നിങ്ങൾക്ക് ജനകീയനാകാം. നിങ്ങൾക്ക് കുറച്ച് ആളുകളുടെ പിന്തുണ ഉണ്ടായാലും നിങ്ങൾക്ക് ജനകീയനാകാം. ജനങ്ങളുടെ പിന്തുണയാണ് ഏറ്റവും അത്യാവശ്യം. ഗ്രൂപ്പിന്റെ പിന്തുണയല്ല, ജനങ്ങളുടെ പിന്തുണയാണ്. ജനങ്ങളുടെ കോമൺ സെൻസിനനുസരിച്ചിട്ട് ഉയരാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലൊരു നേതാവ് എന്ന് പറയുന്ന ഒരു കാര്യം കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നതാണ് VD സതീശനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു കാര്യത്തിലൂടെ. അത് തെളിയിച്ചു കൊടുത്തതാണ്. ഇപ്പൊ കോൺഗ്രസ് എടുക്കുകയാണെങ്കിൽ 63 MLA കോൺഗ്രസിനുണ്ട്, 22 MLA ലീഗിനുണ്ട്, RSPക്ക് 3 ഉണ്ട്. അതുപോലെയാണ്. അപ്പം ഈ 63 തന്നെ ഏകദേശം 40ഓളം വരുന്ന MLA പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് KC വേണുഗോപാലിനാണ്. അപ്പം പിന്നീട് വരുന്ന ഒരു 7-8 MLA സപ്പോർട്ട് മാത്രമേ ഉള്ളൂ VD സതീശന്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ മുന്നണിയിൽപ്പെട്ട ലീഗിന്റെയും മറ്റ് RSPയെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെയൊക്കെ അംഗീകാരമാണ് ഉള്ളത്. വലിയ തരത്തിലുള്ള ഒരു MLA സപ്പോർട്ടുണ്ട്. പക്ഷെ ജനകീയ തലത്തിൽ അടിത്തട്ടിലോട്ട് പോകുമ്പോൾ സാധാരണ പ്രവർത്തകരുടെ ആയാലും, അതല്ല നിഷ്പക്ഷരായി നിൽക്കുന്ന ആൾക്കാരുടെ ആയാലും, അധ്യാപകരുടെ ആയാലും, മറ്റെല്ലാവിധ തലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുടെ അവരുടെയൊക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് VD സതീശനായിരുന്നു. ഇപ്പോൾ VD സതീശനെ ആവില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ വിഭാഗത്തിൽപ്പെട്ടായിരുന്നു. ഇപ്പം പലപ്പോഴും ചാർത്തപ്പെട്ടത് പറഞ്ഞ പോലെ സംഘീയവൽക്കരണം ചാർത്തപ്പെടുന്ന ഒരു ഭാഗത്ത്, മറുവശത്ത് ഈ പറഞ്ഞ പോലെ ജിഹാദിവൽക്കരണം ചാർത്തപ്പെടുന്നു. അപ്പം എല്ലാ തലത്തിലും മാധ്യമങ്ങൾ പോലെ അവസാന ഘട്ടത്തിൽ പറഞ്ഞായിരുന്നത് ഒരിക്കലും സതീശനെ ആവില്ല, ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് KC വേണുഗോപാലിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല. കാരണം സാമുദായിക നേതാക്കന്മാരുടെ NSSന്റെ SNDPയുടെ അല്ലെങ്കിൽ മറ്റെല്ലാ സപ്പോർട്ടും നോക്കുമ്പോൾ എന്തുകൊണ്ടും അത് അവർക്കായിരുന്നു. പക്ഷെ ജനങ്ങളുടെ സപ്പോർട്ട് VD സതീശനായിരുന്നു. അപ്പൊ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ്? അല്ല, അവർക്കൊന്നും ശരിക്കും അവരുടെ ഈ പറയുന്ന ആളുകളുടെ അഭിപ്രായത്തിനൊന്നും യാതൊരു വിലയില്ല എന്ന് ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞല്ലോ. കാരണം അവർ പറഞ്ഞതൊന്നും നടക്കുന്നില്ല. UDF അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞു, വന്നു. VD സതീശൻ മുഖ്യമന്ത്രി ആകില്ല എന്ന് പറഞ്ഞു, ആയി. പിന്നെ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് വരിക? നമ്മൾ 9 ദിവസങ്ങൾക്ക് മുമ്പ് അസന്നിഗ്ധമായി പറഞ്ഞതാണ് VD അല്ലാതെ കേരളത്തിന്റെ മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടാകില്ല. 11ാം ദിവസം VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നു എന്നുള്ളതാണ്. അത് കേരളത്തിന്റെ ഒരു പൊതു മനസ്സ്, പൊതു പൾസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, പൊതു പൾസാണ്. ആ പൾസ് ആഗ്രഹിച്ചതിനനുസരിച്ചിട്ട് ഹൈക്കമാൻഡിന് വിവേകപൂർവ്വം ഒരു തീരുമാനം എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. നിങ്ങൾ ഏത് സ്ഥലത്ത് പോയിട്ടും നോക്കിക്കോളൂ. അതായത് കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള പൊളിറ്റിക്കൽ കമന്റേറ്റർ
അതേപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകർ, ഇവരെല്ലാവരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? കേസിനെയും മറ്റു ആരെങ്കിലും ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനം മുണ്ടുപൊക്കി കാണിക്കുന്ന, മുണ്ടുപൊക്കി കാണിക്കുന്ന പറഞ്ഞേ. ഇത് മുസ്ലിങ്ങളാണോ പറഞ്ഞേ? അല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അനാവശ്യമായിട്ട് ഇതിനെ എന്താണ് ലീഗിനെയൊക്കെ ഇതിൽ പെടുത്തി ലീഗിന്റെ പിന്തുണ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ പരത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോളറൈസേഷനിൽ മാത്രമേ, അല്ലെങ്കിൽ അത്തരം ചിന്തകളിലേക്ക് അത് പ്രവേശിപ്പിക്കാൻ മാത്രമേ സഹായകരമാകുള്ളൂ എന്നുള്ളതാണ്. വി.ഡി. സതീശൻ ഒരു കാരണവശാലും ഒരു സമുദായത്തിന്റെയോ ഏതെങ്കിലും വിഭാഗത്തിന്റെയോ മാത്രം നേതാവായിട്ട് പ്രവർത്തിക്കില്ല. അദ്ദേഹം കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും നേതാവായിട്ടാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. പുതിയ മാതൃകകൾ, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പുതിയ മാതൃകകൾ അദ്ദേഹം സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്, ചരിത്രം രചിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ ഭരണം എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം.